അപ്പൂപ്പൻ പറയണത് വീട്ടില് ലാസ്റ്റ് നടക്കുന്ന ഒരു ആവശ്യമാണ്. ബന്ധുമിത്രാദികളെ നാട്ടുകാരെയൊക്കെ വിളിച്ച് ആർഭാടമായിട്ട് നടത്തണം, കാലത്ത് നടത്തിയാൽ മതി, അല്ലെ നടത്തണ്ടെന്നാ പുള്ളി പറയണത്. ആണല്ലോ, അതാണല്ലോ അവരുടെ അഭിപ്രായം. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അല്ല, അപ്പൂപ്പന്റെ കാര്യം എന്ന് വെച്ചാൽ അപ്പൂപ്പനൊക്കെ പഴയ ആളുകളല്ലേ. അച്ഛൻ എന്ന് പറഞ്ഞാൽ പുരോഗമനമായിട്ട് ചിന്തിക്കണല്ലേ. എനിക്കൊന്ന് കൈ പിടിച്ച് തന്നാ മതി ചിഞ്ചുവിന്റെ, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഒരു മനസാക്ഷി ഇല്ലാതെ പറയല്ല. 2-3 കൊല്ലമില്ല ഞാൻ അവളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. താൻ ഇനി ഇവിടെ സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല. മാത്രമല്ല, താൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ വന്ന് കയറുന്നത് ശരിയല്ല. ഉള്ള കാര്യം പറയാലോ. തന്നെ മാസ്ക് എവിടെ? മാസ്ക് വണ്ടിയിൽ ഇരിപ്പുണ്ട്. മൂത്തവരുടെ മുമ്പിൽ ഈ മാസ്കും പറ്റിയൊന്നും ബഹുമാനക്കുറവ് കാണിക്കണില്ല എന്ന് കരുതിയിട്ടാണ്. അതേ, ഇത് ഇപ്പോഴൊന്നും നടക്കണ കാര്യമല്ല വ്യാധി. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾക്കും കുറെ ആളുകളൊക്കെ ഉണ്ട്. ബന്ധുക്കളെ അറിയിക്കാതെ ഒന്നും ഈ പരിപാടി നടക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ പോ. ഈ വൈകുന്നേരമുള്ള ഫോൺ വിളിയൊക്കെ ഒന്ന് കുറയ്ക്കും. ആ പെണ്ണിന് ഉറക്കം എന്ന് പറയണതില്ല. ഞാനൊന്ന് അവളെ കണ്ട് സംസാരിച്ചോട്ടെ. ഇപ്പൊ വേണ്ട പ്യാരി, ഇപ്പൊ പ്യാരി പോ. മാത്രമല്ല, ഇതിങ്ങനെ നീണ്ടുപോയാൽ എന്റെ കയ്യിലിരിക്കുന്ന ഒരു മോളാ. നല്ലൊരു ആലോചന വന്നാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അച്ഛാ, നിങ്ങളുടെ മുത്തച്ഛനോടോ ആരോടോ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ തീരുമാനം എടുക്കും. അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നും ഒരു കുടുംബക്കാർ സമ്മതിക്കാതെ ഒന്നും എന്റെ മോളെ ഇറക്കി പറഞ്ഞയക്കാനൊന്നും പറ്റില്ല. ശരിയെന്നാ, അങ്ങനെ ആവട്ടെ. ഒന്നുകൂടി ഒന്ന് ആലോചിക്കാൻ പറ്റുമോ? എന്റെ കുട്ടി എവിടെയാ? എന്റെ കുട്ടിയെ കാണാല്ലേ? എവിടാന്ന്? നിങ്ങളുടെ കുട്ടിന്റെ കക്ഷത്ത് എന്റെ കാർന്നര മോൾ അവിടെ കാണാനില്ല. എവിടെ എങ്ങാനും വന്നിട്ടുണ്ടോന്നായി ചോദിക്കണത്. നിങ്ങളുടെ കുട്ടിയെ ഞങ്ങൾ തൊട്ടിനകത്ത് കിടത്തി ആറ്റി ഉറക്കിക്കൊണ്ടിരിക്കുക. അതെ, നിങ്ങളുടെ കുട്ടിയാണ് ഞങ്ങളുടെ ചക്കര കണ്ണ് മൂക്കും കാട്ടി മയക്കിയത്. അവളെ തന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ അവൻ എന്റെ പിന്നാലെ നടന്നത്. കാർന്നരെ എടാ ഉണ്ണി കേറി നോക്കണ അവിടെ. കണ്ണി കണ്ടിടത്തൊക്കെ ചുറ്റി തിരിഞ്ഞിട്ട് വീട്ടിനകത്ത് കയറരുത്. അസുഖമുള്ള സമയമാണ്. എന്റെ പെങ്ങളാക്കിയുള്ളോ മണ്ടു? മണ്ടു പ്യാരിന്റെ പെങ്ങളല്ലേ, എന്റെ പെങ്ങൾ എങ്ങനെ മണ്ടു അതും കൂടെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോര്. ഓല അതെ, ഇത് പ്യാരി എഴുതിയിട്ടുള്ള ഒരു കുറിപ്പാണ്. അത് നിങ്ങളും കൂടി ഒന്ന് കേൾക്കണം, നല്ലതാണ്. അതൊന്ന് വായിച്ചോളൂ. പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, ഞാനും ചിഞ്ചുവും തമ്മിൽ ഇഷ്ടത്തിലായി നിങ്ങളുടെ എല്ലാം പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ഒരു വിധത്തിൽ നിങ്ങളെ എല്ലാവരെയും ഒന്ന് അടുപ്പിച്ചപ്പോഴേക്കാണ് നശിച്ച കൊറോണ വന്നത്. ഞങ്ങളുടെ വിവാഹത്തിന് ഞങ്ങൾക്കും ഇഷ്ടം, കുടുംബക്കാർക്കും ഇഷ്ടം. ഇനി ഏത് നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കണം? അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. 2 ഹൃദയങ്ങൾ ഒന്നാകാൻ. ആർഭാടങ്ങളുടെയും ആഡംബരങ്ങളുടെയും ആവശ്യമില്ല. കൊറോണ ഞങ്ങൾക്ക് പുല്ലാണ്. ഇനി ഒരു കുഞ്ഞിക്കാലിന്റെ തീരുമാനമായിട്ടേ ഞങ്ങൾ തിരികെ വരുന്നുള്ളൂ. തല്ലാനും കൊല്ലാനും ആണെങ്കിൽ ആരും ഞങ്ങളെ അന്വേഷിക്കേണ്ട. സ്നേഹപൂർവം, പ്യാരിജാതൻ ആൻഡ് ചിഞ്ചു പ്യാരിജാതൻ. മറിമായം.